ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഓൾറെഡി 2 ക്ലെയിംസ് കണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ക്ലെയിംസിലേക്ക് പോവുകയാണ്. അതിനു മുൻപ് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു കാര്യം ഡിസ്കസ് ചെയ്യാം. എംപ്റ്റി ടൂംബ് അല്ലെങ്കിൽ ശൂന്യമായ കല്ലറ. ഒരു ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ കുട്ടിയോട് ചോദിച്ചു, ഡാ ഹോംവർക്ക് കാണിക്കടാ. അപ്പോൾ കുട്ടി ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ ഞാൻ ഹോംവർക്ക് ചെയ്തതാണ്, ഞാൻ എൻ്റെ ബാഗിൽ വെച്ചതാണ്, പക്ഷേ എൻ്റെ പട്ടി വന്നിട്ട് ആ ഹോംവർക്ക് എടുത്ത് തിന്നു. വളരെ വിയേർഡായിട്ടുള്ളൊരു എക്സ്ക്യൂസാണ് അവൻ കൊടുത്തത്. അപ്പോൾ ടീച്ചർ അവനോട് പറഞ്ഞു, നീ അങ്ങനെ വലിയ നുണയൊന്നും പറയണ്ട, നീ ഹോംവർക്ക് ചെയ്തിട്ടില്ല, അത്ര തന്നെ. ഇത് കുറച്ചും കൂടി സെൻസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ടീച്ചറും പറഞ്ഞത്. ഈ ഉദാഹരണത്തിൽ ഒരു കാര്യം വളരെ ക്ലിയറാണ്. രണ്ടുപേരും ഓപ്പോസിറ്റ് രീതിയിലാണെങ്കിലും പറയാൻ ശ്രമിച്ചത് ഒരു കാര്യം തന്നെയാണ്: ഹോംവർക്ക് അവിടെ ഇല്ല. ഇതുപോലെ തന്നെയാണ് എംപ്റ്റി ടൂംബിൻ്റെ വാദവും. യേശു ഉയർത്തെഴുന്നേറ്റ കാരണമാണ് കല്ലറ എംപ്റ്റി ആയിരിക്കുന്നതെന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ ആ ശരീരം അവിടെ നിന്ന് എടുത്തു മാറ്റിയത് കൊണ്ടാണ് കല്ലറ എംപ്റ്റി ആയിരിക്കുന്നതെന്ന് യഹൂദരും പറഞ്ഞു. രണ്ടുപേരും പറയാൻ ശ്രമിച്ചത് ഒരേ കാര്യമാണ്: കല്ലറ എംപ്റ്റി ആയിരുന്നു. ഒരു കാര്യം നടന്നു എന്ന് പറയാനായിട്ട് ഹിസ്റ്റോറിയൻസിന് കോൺഫിഡൻസ് ലഭിക്കുന്നത് 2 കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴാണ്. ഒന്ന്, ഈ നടന്നു എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് എത്ര സോഴ്സുകളിൽ പറയുന്നുണ്ട്. എത്രയധികം സോഴ്സുകളുണ്ടോ അത്രയും നല്ലത്. ഇത് ഉണ്ടായി എന്ന് പറയപ്പെടുന്ന സമയത്തിൽ നിന്ന് ഈ സോഴ്സുകൾ എഴുതപ്പെട്ട സമയം എത്ര ദൂരെയാണ്, സമയം എത്ര കുറവാണോ അത്രയും നല്ലത്. എത്രയധികം ഡോക്യുമെൻറ്റ്സ് ഉണ്ടെന്നും എത്ര സമയം കുറവായിരുന്നെന്നും നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസിൽ കണ്ടിരിക്കുന്നത് കാരണം ഇതിൽ ഞാൻ പറയുന്നില്ല. നമുക്ക് നേരിട്ട് നമ്മുടെ ക്ലെയിമിൽ ആദ്യത്തെ ക്ലെയിമാണ് ബോഡി വാസ് സ്റ്റോളൻ. അവൻ്റെ ശരീരം എടുത്തു മാറ്റിയത് കൊണ്ടാണ് കല്ലറ ശൂന്യമായതെന്നാണ് ഈ വാദം. ബോഡി കട്ടെടുക്കാൻ അല്ലെങ്കിൽ എടുത്തു മാറ്റാൻ സാധ്യതയുള്ളവർ 3 ആണ്. 1, ജോസഫ് ഓഫ് അരമത്തിയക്കാരനായ യൗസേപ്പ്. 2, ശിഷ്യന്മാർ അല്ലെങ്കിൽ ഡിസൈപ്പിൾസ്. 3, ജൂയിഷ് ഓർ റോമൻ അതോറിറ്റീസ്, യഹൂദ അല്ലെങ്കിൽ റോമ. ഇതിൽ ആദ്യത്തേത് മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ജോസഫ് ഓഫ് അരമത്തിയക്കാരനായ യൗസേപ്പ് ഈ ശരീരം എടുത്തു മാറ്റി. ഈ വാദമനുസരിച്ച് അരമത്തിയക്കാരനായ യൗസേപ്പ് യഹൂദ ആചാരങ്ങൾ പാലിക്കാൻ വേണ്ടി മാത്രമാണ് ജീസസിനെ കല്ലറയിൽ അടക്കിയത്. സാബത്ത് കഴിഞ്ഞ ശേഷം കല്ലറയിൽ നിന്ന് ശരീരമെടുത്ത് ക്രിമിനൽസ് ഗ്രേവ്യാർഡിൽ കൊണ്ടുപോയി അടക്കി. അതുകൊണ്ടാണ് രാവിലെ വന്ന സ്ത്രീകൾക്കും പിന്നീട് വന്ന ശിഷ്യന്മാർക്കും അവിടെ ജീസസിൻ്റെ ബോഡി കാണാതിരുന്നത്. അങ്ങനെ വന്നപ്പോൾ ഡിസൈബിൾസ് വിചാരിച്ചു അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കാം, അതുകൊണ്ടാണ് അവൻ ഇവിടെ ഇല്ലാത്തതെന്ന്. അരമത്തിയക്കാരൻ യൗസേപ്പിനെ കുറിച്ച് സുവിശേഷങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. 1, അരമത്തിയ എന്ന യഹൂദ പട്ടണത്തിൽ നിന്നുള്ള നല്ലവനും നീതിമാനുമായ ഒരു ധനികനായിരുന്നു അയാൾ. 2, അവൻ ആലോചനാ സംഘത്തിൻ്റെ ബഹുമാന്യനായ അംഗമായിരുന്നു. 3, അവൻ അവരുടെ ആലോചനകളിലോ പ്രവർത്തികളിലോ പങ്കുചേർന്നിരുന്നില്ല. 4, അവൻ യഹൂദരെ ഭയന്നിരുന്നതുകൊണ്ട് അവൻ യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായിരുന്നു. 5, അവൻ തന്നെയാണ് യേശുവിൻ്റെ ശരീരം പീലാത്തോസിനോട് സംസ്കരിക്കുവാൻ ആവശ്യപ്പെട്ടത്. ഇനി യേശുവിൻ്റെ ശരീരം എടുത്തു മാറ്റാൻ അവന് എത്ര പോസിബിലിറ്റീസ് അല്ലെങ്കിൽ സാധ്യതകളുണ്ടെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ സാബത്ത് കഴിഞ്ഞ് ടെമ്പററി കല്ലറയിൽ നിന്നും ക്രിമിനൽസ് ഗ്രേവ്യാർഡിലേക്ക് മാറ്റാനായിരുന്നു പ്ലാനെങ്കിൽ ഇത് ഡബിൾ പണിയാണ്. കാരണം ഈ പറയുന്ന ക്രിമിനൽസ് ഗ്രേവ്യാർഡ് ക്രൂശിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ്. 2, കുടുംബക്കല്ലറയിലേക്കല്ലാതെ സംസ്കരിക്കപ്പെട്ട ശരീരം എടുത്തു മാറ്റാൻ യഹൂദ നിയമങ്ങൾ അനുവദിച്ചിരുന്നില്ല. 3, ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി മാത്രമാണ് യേശുവിനെ സംസ്കരിച്ചതെങ്കിൽ യേശുവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട മറ്റ് 2 പേരുടെയും ശരീരങ്ങൾ ഇവൻ ഏറ്റെടുക്കണമായിരുന്നു. പക്ഷേ യൗസേപ്പ് മറ്റു 2 പേരുടെയും ബോഡീസ് ക്ലെയിം ചെയ്യും. ആചാരങ്ങൾ അനുഷ്ഠിക്കുക മാത്രമായിരുന്നു യൗസേപ്പിൻ്റെ ലക്ഷ്യം. അവൻ ഇത്രയും നാൾ ആദരിച്ചു പോന്ന ഗുരുവിന് ഒരു നല്ല ബറിയിൽ കൊടുക്കണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. 4, ശരീരം എടുത്തു മാറ്റാനുള്ള സമയം അവന് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം യഹൂദ ദിവസം സൂര്യാസ്തമയം മുതൽ സൂര്യാസ്തമയം വരെയാണ്. അതായത് ഇന്ന് സൺഡേ ആണെങ്കിൽ ഇന്ന് വൈകിട്ട് 6 മണി തൊട്ട് മൺഡേ ആരംഭിക്കും. നാളെ വൈകുന്നേരം 6 മണിക്ക് മൺഡേ കഴിയും, ട്യൂസ്ഡേ ആരംഭിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമയമനുസരിച്ച് ഫ്രൈഡേ വൈകിട്ട് 6 മണിക്കാണ് യേശുവിനെ സംസ്കരിച്ചത്. ബൈബിളിൽ പറയുന്നത് പോലെ അടുത്ത ദിവസം സാബത്തായിരുന്നു. സാബത്ത് കഴിയണമെങ്കിൽ ആ ദിവസം, അതായത് സാറ്റർഡേ വൈകിട്ട് 6 മണിക്കാണ് സാബത്ത് കഴിയുള്ളൂ. ആചാരങ്ങൾ മുറുകെ പിടിക്കുന്ന ആലോചനാ സംഘത്തിലെ ബഹുമാന്യനായ യൗസേപ്പ് എന്തായാലും സാബത്തിൽ ഈ പരിപാടി ചെയ്യില്ല. പിന്നെ ഇത് ചെയ്യാനുള്ള സമയമെന്ന് പറഞ്ഞാൽ സാറ്റർഡേ വൈകുന്നേരം 6 മണി തൊട്ട് സൺഡേ പുലർച്ചെ 4, 5, 6 മണികളാണ്. കാരണം സ്ത്രീകൾ കല്ലറ കാണാൻ വരുന്നത് അതിരാവിലെയാണ്. വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ എന്തായാലും നേരം ഇരുട്ടും. പിന്നെ വെളിച്ചത്തിന് പന്തങ്ങൾ കത്തിക്കണം. കല്ലറയിലെ മുന്നിലുള്ള ആ വലിയ കല്ല് മാറ്റാനായിട്ട് ആളുകൾ വേണം. ശരീരം എടുത്ത് പൊക്കി കൊണ്ടുപോകാൻ സംവിധാനങ്ങൾ വേണം. എന്തായാലും ഈ കലാപരിപാടികൾക്കിടയിൽ ആരെങ്കിലുമൊക്കെ അവരെ കാണാതിരിക്കില്ല. 5,
ആരെയും അറിയിക്കാതെ യൗസേപ്പ് ആ ശരീരം എടുത്ത് മാറ്റില്ല. ബഹുമാനനായി യഹൂദനായതുകൊണ്ട് യഹൂദരെയോ രഹസ്യ ശിഷ്യനായതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെയോ അവൻ അറിയിക്കും. ഇവരാരെയും അറിയിക്കാതെ ശരീരമെടുത്ത് മാറ്റാനുള്ള കാര്യം യൗസേപ്പിനില്ല. 6. അവൻ ആ ശരീരമെടുത്ത് മാറ്റിയിരുന്നെങ്കിൽ കല്ലറ തുറന്നിടുകയോ കച്ചകളും മറ്റ് ശരീരം പൊതിയുന്ന തുണികളും അവിടെ ആ പഴയ കല്ലറയിൽ വയ്ക്കുകയോ ചെയ്യില്ല. 7. അവൻ ശരീരം മാറ്റിയിരുന്നെങ്കിൽ ക്രിസ്ത്യാനികളെ തകർക്കാൻ തക്കം പാർത്തിരിക്കുന്നവർ, പ്രത്യേകിച്ച് യഹൂദർ, ആ സ്ഥലം കണ്ടുപിടിക്കുമായിരുന്നു. 8. അതുപോലെ തന്നെ അവൻ ഉയർത്തു എന്ന് പറഞ്ഞു നടക്കുന്ന ശിഷ്യന്മാരോട്, എൻ്റെ പൊന്നുപോയി, ഞാൻ ആ ശരീരമെടുത്ത് പുതിയ കല്ലറയ്ക്ക് മാറ്റിവെച്ചതാണ് എന്ന് യൗസേപ്പ് കറക്റ്റ് ചെയ്ത് പറയുമായിരുന്നു. 9. അവൻ ശരീരം മാറ്റിയിരുന്നെങ്കിൽ ആ പുതിയ കല്ലറ യേശുവിൻ്റെ ശിഷ്യന്മാർ എന്തായാലും ഒരു ആരാധനാ സ്ഥലമാക്കുമായിരുന്നു. 10. ഇതായിരുന്നു കേസെങ്കിൽ യേശുവിൻ്റെ അവിശ്വാസിയായ സഹോദരൻ യാക്കോബും സഭയെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സാവൂളുമൊക്കെ ഇതൊക്കെ മനസ്സിലാക്കി മതം മാറാതിരിക്കുമായിരുന്നു. 11. എന്തു പറഞ്ഞാലും ഈ എക്സ്പ്ലനേഷൻ മരണത്തിന് ശേഷം യേശു പലർക്കും പ്രത്യക്ഷപ്പെട്ടു എന്ന വാദത്തിനൊരിക്കലും ഒരു എക്സ്പ്ലനേഷൻ ആവില്ല. 12. ഈ വാദം ഏറ്റവും ആദ്യം വരേണ്ടതാണ്. പക്ഷേ ഇനി പറയാൻ പോകുന്ന ഭാഗം ബൈബിളിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്ന് ചില സ്കോളേഴ്സെങ്കിലും പറയുന്നത് കൊണ്ടാണ് ഇതിനെ അവസാനത്തേക്ക് വേണ്ടി വെച്ചത്. അതിതാണ്, യൗസേപ്പിനെ ശരീരമെടുത്തു മാറ്റാൻ കല്ലറ കാവൽക്കാരായ പടയാളികൾ എന്തായാലും സമ്മതിക്കില്ല. അത് റോമൻ പടയാളികളായിരുന്നെങ്കിൽ 4 തൊട്ട് 16 അംഗങ്ങൾ വരുന്ന കുസ്തോദിയ എന്ന് വിളിക്കപ്പെടുന്ന 4 ഷിഫ്റ്റുകളിൽ ഉറങ്ങുന്ന വെൽ ട്രെയിൻഡ് സോൾജേഴ്സ് ആയിരുന്നു. പണിക്കിടെ ഉറങ്ങിപ്പോയാൽ മരണമായിരുന്നു ശിക്ഷ. അത് യഹൂദ സൈന്യം അല്ലെങ്കിൽ ടെമ്പിൾ പോലീസ് ആയിരുന്നെങ്കിൽ 10 വെൽ ട്രെയിൻഡ്, പണിക്കിടെ ഉറങ്ങാൻ പോയിട്ട് ചാരി നിൽക്കാൻ പോലും അനുവാദമില്ലാത്ത ലേവായരായിരുന്നു. എങ്ങാനും ഉറങ്ങിപ്പോയാൽ വസ്ത്രത്തോടുകൂടി അടിക്കുകയും കത്തിക്കുകയും ചെയ്യുമായിരുന്നു. അതായത് റോമാ സൈന്യമായിരുന്നാലും യഹൂദ സൈന്യമായിരുന്നാലും എന്തായാലും ഇവരെ വെട്ടിച്ച് യൗസേപ്പിന് ആ ശരീരം എടുക്കാൻ പറ്റുമായിരുന്നില്ല. ഈ 12 വാദങ്ങൾ കേട്ടിട്ടും ശരീരമെടുത്തത് അരിമത്തിയാക്കാരൻ യൗസേപ്പാണെന്ന് പറഞ്ഞാൽ അത് റിസറക്ഷനേക്കാളും വലിയ മിറക്കിളാണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. താങ്ക് യു.